ഹലോ, വെൽക്കം ടു അവർ ചാനൽ. ഓണം സ്പെഷ്യൽ ഹെയർ ബാൻഡ് മേക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദാ ജാസ്മിൻ ബഡ്സും നമ്മുടെ ഗ്ലിറ്റർ ഷീറ്റും ഹെയർ ബാൻഡും അതുപോലെ തന്നെ ഒരു ഫ്ലവറും വെച്ച് നമുക്ക് ഇന്നത്തെ ഹെയർ ബാൻഡ് മേക്ക് ചെയ്യാം. അപ്പോൾ ദാ ഇതുപോലത്തെ സ്റ്റെൻസിൽ വെച്ചാണ് ഞാനിതിൽ ഡിസൈൻ വരച്ചെടുക്കുന്നത്. ഇതുപോലത്തെ സ്റ്റെൻസിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് ഞാൻ വരച്ച് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ പല ഷേപ്പുകളിൽ നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല. വരയ്ക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷേപ്പുകൾ വരച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്ലിറ്റർ ഷീറ്റിൻ്റെ ബാക്കിലായിട്ട് ഇതൊന്ന് വരച്ചെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ പുതിയതായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഓണം സ്പെഷ്യൽ സീരീസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് തരാം എല്ലാവരും. അപ്പോൾ ഇതാ ഇതുപോലത്തെ 3 പീസ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ഹെയർ ബാൻഡ് ചെയ്യാനായിട്ട്. ഇതിൻ്റെ ബാക്കിൽ നമുക്ക് സ്റ്റിക്കർ ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. നമ്മളിതിനി അയൺ ബോക്സ് വെച്ചൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഒന്ന് ഫ്ലെക്സിബിളായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്താൽ അതൊന്ന് ഫ്ലെക്സിബിളായി കിട്ടും. ഒരു ഫ്ലവർ ഷേപ്പ് വരും. അപ്പോൾ ആ സ്റ്റിക്കർ നമ്മൾ ചൂടാക്കുമ്പോൾ വിട്ടു പോരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് ചൂടാക്കുക. നമ്മൾ ഒട്ടിച്ചെടുക്കുന്ന ടൈമിലാണ് നമുക്ക് ആ സ്റ്റിക്കർ അടർത്തി മാറ്റേണ്ട ആവശ്യമുള്ളൂ. ഇതുപോലെ നന്നായിട്ട് 3 ചൂടാക്കി എടുക്കണം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് കൈവച്ചൊന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ അതൊരു ഷേപ്പായിട്ട് നമുക്ക് കിട്ടും. ഇനി നമ്മളിവിടെ 3 റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സ്റ്റിക്കർ പൊളിച്ച് കളയാം നമുക്ക്. ഇനി ഇതുപോലത്തെ ഒരു ഗ്രീൻ കളർ ഫ്ലവറാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ, ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഒരു കമ്പി ഉണ്ടായിരിക്കും അതുമേ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ആദ്യത്തെ ഫ്ലവറിൻ്റെ ഉള്ളിൽ ഒരു ഹോളിട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഫ്ലവർ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ബാക്കിൽ വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. ഇനി നമുക്ക് ഒട്ടിച്ചെടുത്തതിന് ശേഷം അത് കട്ട് ചെയ്ത് മാറ്റാം. അതായിരിക്കും നമുക്ക് എളുപ്പം, ചെയ്യാനായിട്ട് എളുപ്പം അതായിരിക്കും. അപ്പോൾ ഇനി നമ്മുടെ സ്റ്റിക്കർ ഒന്ന് നമുക്ക് പൊളിച്ചു മാറ്റാം. ഈ സ്റ്റിക്കർ ഇല്ലാതെ വരുന്ന ഗ്ലിറ്റർ ഷീറ്റും ഉണ്ട് കേട്ടോ. ഒരു നിലയ്ക്ക് അതാണ് നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഈ കൈ എപ്പോഴും ഒട്ടിപ്പിടിക്കും. അതാവുമ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിക്കില്ല, നമുക്ക് സുഖമായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ജാസ്മിൻ ബഡ്സ് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഓണം സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ ഞാൻ ജാസ്മിൻ ബഡ്സ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാനും പറ്റും. ഇനി ഇതുപോലെ ജാസ്മിൻ ബഡ്സ് ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഗ്ലൂ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഈ ഗ്ലിറ്റർ ഷീറ്റിൻ്റെ ഗ്ലൂ മാത്രം നിന്നാൽ അത് ചിലപ്പോൾ വിട്ടുപോരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ B6000 ഗ്ലൂ ഒന്ന് വെച്ചതിന് ശേഷം നമ്മുടെ ജാസ്മിൻ ബഡ്സ് ഓരോന്നോരോന്നായിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇത് പല രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. ജാസ്മിൻ ബഡ്സ് തന്നെ വേണമെന്നില്ല, നമുക്ക് വേറെ പോളൻസൊക്കെ വെച്ച് ചെയ്തെടുക്കാം. ഞാൻ ഓണം സ്പെഷ്യൽ ആക്കിയതുകൊണ്ട് ജാസ്മിൻ ബഡ്സ് വെച്ച് ചെയ്യാണ്. ഇനി നമ്മുടെ ഈ നടുക്ക് വെച്ച ഫ്ലവറിന് പകരം നമുക്ക് പോളൻസും വെച്ച് കൊടുക്കാം. ഞാനൊരു ഗ്രീൻ ഷെയ്ഡാണ് ഫ്ലവർ വെച്ചിരിക്കുന്നത്. പാവടയ്ക്കൊക്കെ മാച്ച് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പോളൻസ് അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഫ്ലവർ നമ്മുടെ മാച്ചിങ് കളർ വെച്ചിട്ടും ചെയ്തെടുക്കാം. ഇനി കംപ്ലീറ്റ് ആ ലെയർ നമ്മൾ ജാസ്മിൻ ബഡ്സ് കംപ്ലീറ്റ് വെച്ച് കൊടുക്കുകയാണ്, ഗ്യാപ്പില്ലാതെ വെച്ച് കൊടുക്കുകയാണ്. ഗ്ലൂ തേച്ചതിന് ശേഷമാണ് വെക്കുന്നത്. ഇനി നമ്മൾ അതിനൊന്ന് ഒതുക്കി കൊടുക്കുക. അപ്പോൾ ആ ജാസ്മിൻ ബഡ്സിന്മേൽ നമ്മുടെ ഗ്ലിറ്റർ ഷീറ്റിൻ്റെ പശയുണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ അതങ്ങനെ നിന്നോളും. നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഗ്ലൂ തേച്ച് കൊടുക്കുകയും ചെയ്യാം. ഇനി നമ്മുടെ ബാക്കിലുള്ള ആ കമ്പി ബാലൻസ് നിൽക്കുന്നതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഫ്ലവർ ഇങ്ങനെയാണ് വരുന്നത്, ജാസ്മിൻ ബഡ്സ് വെച്ചിട്ട് ചെയ്തത്. ഇനി അടുത്ത പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെ തന്നെ സ്റ്റിക്കർ മാറ്റിയതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലേക്ക് നമുക്ക് ഇതിനെ ഒന്ന് വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. അത് വേണമെങ്കിൽ നമുക്ക് സെൻറ്ററിൽ ഗ്ലൂ കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ വെച്ചാലും കിട്ടുന്നുണ്ട് നമുക്ക്. നന്നായിട്ടൊന്ന് ഒതുക്കി കൊടുക്കുക കൈവച്ച്. ഇനി നമുക്ക് അടുത്ത ലെയർ എടുത്തിട്ട് അതും ഇതുപോലെ തന്നെ അതിൻ്റെ ഷീറ്റ് കളഞ്ഞിട്ട് ഒട്ടിച്ചെടുക്കണം, 3ാമത്തെ ലെയറും. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്ലവർ ചെയ്യാനുള്ള പണി കേട്ടോ. വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെയുള്ള സ്റ്റെൻസിലുകൾ വരച്ചെടുക്കുന്ന വീഡിയോ ഞാൻ നിങ്ങൾക്കൊന്ന് ചെയ്തു തരാം. അപ്പോൾ നമുക്ക് പൈസ കൊടുത്തൊന്നും സ്റ്റെൻസിൽ വാങ്ങിക്കേണ്ട. ഷേപ്പുകൾ എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞുതരാം. അടുത്ത വീഡിയോസിൽ അത് കാണിച്ചു തരാം കേട്ടോ. ഇനി 3 നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കിനി ഹെയർ ബാൻഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കേ വേണ്ടൂ. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ക്യാൻവാസ് ഷീറ്റാണ്. ചെറുതായിട്ടൊരു റൗണ്ട് സൈസ് കട്ട് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ബാക്കിലായിട്ട് ഈ ഫ്ലവറിൻ്റെ ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കണം. അതിന് ശേഷം വേണം നമുക്ക് ഹെയർ ബാൻഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഹെയർ ബാൻഡിൽ ഒട്ടി നിൽക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്.
ഇനി നമുക്ക് ഇത് ഹെയർ ബാൻഡിൽ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. അതിന് ശേഷം അത് വിട്ടു പോവാതിരിക്കാൻ ഒരു പീസ് നമുക്ക് ഹെയർ ബാൻഡിൻ്റെയും ഈ ഫ്ലവറിൻ്റെയും കവർ ചെയ്തും ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ വെച്ചിട്ട് നമുക്കതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഒരു സൈഡിലായിട്ടാണ് ഈ ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് എവിടെയാണ് വേണ്ടതെന്ന് നമ്മൾ തീരുമാനിച്ചതിന് ശേഷം വേണം കേട്ടോ ഫ്ലവറിൽ ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. ഇതാ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ കൈ വിടരുത് പെട്ടെന്ന്, കാരണം ഹെയർ ബാൻഡ് അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് അത് വിട്ടുപോകും. അപ്പോൾ കുറച്ച് നേരം ഒന്ന് കൈ ഇങ്ങനെ പിടിച്ചു കൊടുക്കുക. അപ്പോൾ അതവിടെ ഒട്ടിയിരിക്കും. അതിന് ശേഷം ഒരു ബാലൻസ് ഒരു പീസും കൂടി എടുത്തിട്ട് നമുക്ക് അതിൽ ഗ്ലൂ കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ബാക്കിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അത് നമ്മുടെ ഹെയർ ബാൻഡിൽ നന്നായിട്ട് ഫിക്സ് ചെയ്തിരുന്നോളും. ഇതുപോലെ ഒന്ന് ഹെയർ ബാൻഡിലും ഫ്ലവറിലും ടച്ച് ചെയ്യുന്ന രീതിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതും നമ്മൾ ഒട്ടിച്ച ശേഷം അപ്പം തന്നെ എടുക്കരുത്, കുറച്ച് നേരം അങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചു കൊടുക്കുക. അപ്പോഴാണ് അതവിടെ നന്നായിട്ട് ഒട്ടിയിരിക്കുള്ളൂ. ഹെയർ ബാൻഡും ഫ്ലവറും ആയിട്ടൊന്ന് ഒട്ടിയിരിക്കുള്ളൂ. ഇതാണ് നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമുക്കിത് പല കളറിൽ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ഇതിനൊരു കോംബോ ആയിട്ട് അലിഗേറ്റർ ക്ലിപ്പും ചെയ്തെടുക്കുന്നുണ്ട്. സെയിം അതേപോലെ തന്നെ സൈസ് ചെറുതായിട്ട് നമുക്ക് നമ്മുടെ ഗ്ലിറ്റർ ഷീറ്റ് കട്ട് ചെയ്തെടുക്കണം. അതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നമുക്ക് ആ ഫ്ലവർ വെക്കാൻ പറ്റില്ല, കാരണം ചെറിയ സൈസാണല്ലോ. അപ്പം ഞാൻ ഗ്രീൻ കളർ പോളനാണ് വെച്ച് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഫുള്ളായിട്ട് നമുക്ക് ജാസ്മിൻ ബഡ്സ് വെച്ച് കൊടുക്കാൻ പറ്റില്ല. അലിഗേറ്റർ ക്ലിപ്പിൻ്റെ സൈസ് നമുക്കറിയാലോ. അപ്പോൾ അത് കാരണം ഞാൻ ചെറിയ അലിഗേറ്റർ ക്ലിപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ജാസ്മിൻ ബഡ്സ് സെൻറ്ററിൽ വെച്ചിട്ടാണ് നമ്മളിതിനെ ഫില്ല് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സെയിം അതേ ഡിസൈനിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം 3 എണ്ണം. അതിനുശേഷം ഉള്ളിൽ ഇതാ ഗ്രീൻ കളർ പോളൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന് ശേഷം നമ്മൾ ഒരു ജാസ്മിൻ ബഡ്സ് സെൻറ്ററിൽ വെച്ച് കൊടുക്കാം. അത്രയേ ഉള്ളൂ. നമുക്കപ്പോൾ ഇത് കോംബോ പോലെയൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. ഇതാ നമ്മുടെ അടുത്ത ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കൊരു ജാസ്മിൻ ബഡ്സ് വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഇതിൽ ചെയ്ത പോലെ തന്നെ ഹെയർ ബാൻഡിൽ ചെയ്ത പോലെ തന്നെ നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. ക്യാൻവാസ് ഷീറ്റ് വെച്ച് തന്നെ ഒട്ടിച്ചു കൊടുക്കാം. പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ അതുകൊണ്ടൊരു എരപ്പ് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും സൗണ്ട്. നല്ല മഴയുണ്ട് കേട്ടോ പുറത്ത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത പീസ് എടുത്തിട്ട് നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. ഒരു ചെറിയ പീസ് എടുത്തിട്ട് നമ്മുടെ ഫ്ലവറിൻ്റെ സൈസിനനുസരിച്ച് ഒരു റൗണ്ട് ഷേപ്പ് പീസ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പിലേക്ക് അതിനൊന്ന് കടത്തി കൊടുക്കുക. എന്നിട്ട് വേണം നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാൻ. ഇനി നമുക്ക് ആ ഒരു ഷീറ്റിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഫ്ലവറിൻ്റെ ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കുക. അടുത്ത പീസാണ് നമുക്ക് അലിഗേറ്റർ ക്ലിപ്പിലേക്ക് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. അത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം അലിഗേറ്റർ ക്ലിപ്പിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ട് അവിടെ ഒന്ന് ഗ്ലൂ തേച്ച് കൊടുക്കണം കേട്ടോ, കാരണം അത് അവിടെ ഒട്ടി നിൽക്കാനായിട്ട്, അല്ലെങ്കിൽ വിട്ടുപോരും. അപ്പോൾ അത് ആദ്യം തന്നെ അതിൻ്റെ ഉള്ളിലൊന്ന് ഗ്ലൂ കൊടുത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഏകദേശം ഒരു സെൻറ്റർ ഭാഗത്തു നിന്നായിട്ട് വെച്ച് കൊടുക്കുമായിരിക്കും നല്ലത് അലിഗേറ്റർ ക്ലിപ്പിൻ്റെ. ഇനി അതിൻ്റെ ബാക്കിൽ ഗ്ലൂ കൊടുത്ത് നമുക്കത് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഓണം സീരീസ് ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റിൽ വന്ന് പറയണം. നമുക്ക് അടുത്ത വീഡിയോസൊക്കെ ഇടാനായിട്ട് നിങ്ങളുടെ കമൻറ്റൊക്കെയാണ് നമുക്കൊരു സപ്പോർട്ടായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കമൻറ്റിൽ ഇഷ്ടമാവുകയാണെങ്കിൽ അഭിപ്രായങ്ങൾ വന്ന് പറയണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് പോയി വാച്ച് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു ഐറ്റവുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.